ഹലോ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഓണം സ്പെഷ്യലായിട്ടുള്ള ബനാന ചിപ്സാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ 2 ഏത്തക്കായ, അതുപോലെ മഞ്ഞൾ വെള്ളം, ഓക്കെ, എണ്ണ, അത്രേ വേണ്ടൂ ആവശ്യം. വലിയ ഇത് സംഭവങ്ങളൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ഈ ഏത്തക്കായ എടുക്കുക, എന്നിട്ട് നമ്മളതിൻ്റെ നടുവേ കട്ട് ചെയ്യുക. ജസ്റ്റ് അതിൻ്റെ സ്കിന്നിന് ഓരോ വര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളതിൻ്റെ തോല് പൊളിച്ചെടുക്കുക. 2 രീതിയിൽ തോല് പൊളിക്കാം. ഞാനിപ്പോൾ പുതിയ ആളാണ്. ഞാൻ അങ്ങനെ കുക്കിംഗ് പഠിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ വേറെ രീതിയിലാണ് ഇങ്ങനെ തോല് കളയുക കേട്ടോ. എനിക്ക് ആക്ച്വലി കുക്കിംഗ് പഠിച്ച് വരുന്ന ആളായതുകൊണ്ട് ഞാൻ ഈ രീതിയിലാണ് തോല് കളയുക. നമുക്ക് എങ്ങനെ വേണമെങ്കിലും വാഴയ്ക്കയുടെ സ്കിന്ന് കളയാം. ഇത് നമുക്ക് കളയണമെന്നില്ല. ഇത് നമുക്ക് ഉപ്പേരി, തോരനൊക്കെ വെക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് വട്ടത്തിൽ ചിപ്സിൻ്റെ ആകൃതിയിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഒരു വാഴയ്ക്ക എടുക്കുന്നുള്ളൂ ഇപ്പോൾ. ബാക്കി ഒരെണ്ണം വൈകുന്നേരം എടുക്കുന്നത്. ചുമ്മാ തണുത്ത് പോകുമൊന്നുമില്ല എന്തായാലും. നമുക്ക് എന്നിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ട് അതുപോലെ ആ ആകൃതി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കൊരു ഗ്ലാസ് എടുത്തിട്ട് അതിലിച്ചിരി വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഉപ്പും കൂടെ ഡയല്യൂട്ട് ചെയ്ത് വെക്കുക. നമുക്കതിന് ശേഷം ഒരു പാൻ അടുപ്പത്തിലേക്ക് വെച്ചിട്ട് അതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക, ഓയിൽ. എന്നിട്ട് അത് ചൂടായോ എന്നുള്ളത് ഒരെണ്ണം ഇട്ട് നോക്കുക. ചൂടായി വരുമ്പോൾ നമ്മൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക. അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴയ്ക്ക ഇട്ട് കൊടുക്കാം. അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കിനും നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക, ഒരു തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ആ മഞ്ഞൾ വെള്ളം അതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സംഭവമാണ്. കാരണം ഈ വാഴയ്ക്കൊക്കെ അത്ര റേറ്റൊന്നുമില്ല. കൊച്ചിയിലാണെങ്കിൽ തന്നെ അര കിലോയ്ക്ക് 50 റുപ്പീസ് 60 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ നമുക്കത് അര കിലോ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 200 250 300 ഗ്രാമോളം ചിപ്സ് കിട്ടും. എന്തുകൊണ്ടും പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാൾ ബെറ്റർ നമ്മൾ വീട്ടിൽ തന്നെ എന്ത് സാധനമായാലും, സ്നാക്സ് ആയാലും ഫുഡായാലും ഒക്കെ കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. വിളമ്പാനും ഒക്കെ പറ്റുന്ന നല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണല്ലേ ചിപ്സ് എന്ന് പറയുന്നത്. നമുക്കിതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കോരി മാറ്റാം. അതൊന്ന് ബ്രൗൺ കളർ ആവണ്ട, മഞ്ഞയായാൽ മതി. നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒരു വാഴയ്ക്കായിൽ തന്നെ അത്യാവശ്യം നല്ല കുറച്ച് എമൗണ്ട് കൂടുതൽ കിട്ടും. നമുക്ക് അത്രയും കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഒരു സദ്യക്കൊക്കെ വിളമ്പുകയാണെങ്കിൽ 2 3 വിളമ്പുള്ളൂ. നമുക്ക് അത്രയും ഒരു 10 15 പേർക്ക് സദ്യക്ക് വിളമ്പാവുന്ന അത്രയും ചിപ്സ് നമുക്ക് കിട്ടും ഒരു വാഴയ്ക്കയിൽ നിന്ന് തന്നെ. നമുക്ക് എന്തിനാ ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നത് അല്ലേ? അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ നമുക്ക് കോരി മാറ്റാം. ഫൈനലി നമ്മുടെ ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ വോയിസ് ഓവർ ഫസ്റ്റ് ടൈമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വോയിസ് ഓവർ കൊടുക്കുന്നതും അതുപോലെ ഒരു കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. നമ്മളിപ്പോൾ ഓഫ് കോഴ്സ് ഞാൻ വീട്ടിലിരുന്ന് ബോറടിച്ച് അതുപോലെ ഫിനാൻഷ്യൽ കാര്യങ്ങൾക്കും എല്ലാത്തിനും വേണ്ടിയിട്ടാണല്ലോ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടാവുക. അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്ത് ഷെയറും കൂടെ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. ഓക്കെ, താങ്ക് യു.